അവസാനമായി വീടിനുള്ളിലേക്ക് 3 വൈൽഡ് കാർഡ് എൻട്രീസ് കൂടെ കയറുകയാണ്. സീക്രട്ട് ഏജന്റ്, പൂജ കൃഷ്ണ, DJ സെബിൻ. അവരും ആ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴേക്കും വീട് മുഴുവൻ നിറഞ്ഞു കവിഞ്ഞൊരനുഭവമായിരുന്നു. ബിഗ് ബോസ് അത് പറയുകയാണ്, എന്താണത് വീട് മുഴുവൻ നിറഞ്ഞു കവിഞ്ഞല്ലോ. എന്തായാലും ലിവിംഗ് റൂമിലേക്ക് ഏവരെയും വിളിച്ചിരുത്തുന്നു. അതിനുശേഷം ഓരോരുത്തരോട് സ്വയം പരിചയപ്പെടുത്തുവാനും ഇതുവരെ നിങ്ങൾ കണ്ടത് വെച്ചിട്ട് നിങ്ങളുടെ വിലയിരുത്തലുകൾ എന്താണ് അത് പറയുവാനും ബിഗ് ബോസ് ഏൽപ്പിക്കുകയാണ്. ആദ്യമായിട്ട് അഭിഷേക് ശ്രീകുമാറാണ് സംസാരിക്കാൻ തുടങ്ങിയത്. താൻ പറഞ്ഞു തുടങ്ങിയത്, നിങ്ങളെപ്പോലൊക്കെ തന്നെ എൻ്റെയും ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ബിഗ് ബോസ് എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ലഭിച്ചതുപോലെ ആദ്യം മുതൽ ഇതിനകത്തേക്ക് വന്നു കയറി കളിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചില്ല. എങ്കിലും വൈൽഡ് കാർഡ് എൻട്രി എന്ന് പറയുന്നത് ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അത് ലഭിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അൻസിബയിൽ നിന്നാണ് താൻ ആരംഭിക്കുന്നത്. ആ റൂമിൽ നിന്നും അൻസിബ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കളിക്കണം. ഞാൻ അൻസിബയെ കാണുമ്പോഴെല്ലാം ആ മഞ്ഞ ബെഡിൽ കിടക്കുന്ന ഒരു മഞ്ഞ കിളിയായിട്ടാണ് തോന്നുന്നത്. നല്ലൊരു ഗെയിമറാണ്, പക്ഷേ പുറത്തേക്കൊന്ന് ഇറങ്ങണം. അടുത്തത് ഋഷി. ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും അധികം ഫാൻ ബേസ് പണ്ട് മുതലേ പുറത്തുള്ള ഒരാളാണ് ഋഷി. പക്ഷേ ആ ഫാൻസിനെ എല്ലാം നിരാശപ്പെടുത്തുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അടുത്തത് ശ്രീതുവാണ്. ഇവിടെയുള്ള ലേഡീസ് കണ്ടസ്റ്റൻസിൽ വെച്ച് ഏറ്റവും അധികം ഫാൻ ബേസ് പുറത്തുള്ളത് ശ്രീതുവാണ്. പക്ഷേ കംഫർട്ട് സോണിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് ഒന്ന് പുറത്തു വന്ന് കളിക്കണം. ഈ കളി ശ്രീതുവിന്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആണ്. അത് എല്ലാവരെയും നിരാശപ്പെടുത്തുന്നുണ്ട്. അടുത്തത് ശരണ്യയും ശ്രീതുവും ഒരുമിച്ചാണ് എല്ലായ്പ്പോഴും. പക്ഷേ നിങ്ങൾ ഏതാണ്ട് ഇവിടെ വെക്കേഷന് വന്നതുപോലെയാണ്. അധികം സ്ക്രീൻ സ്പേസ് ഒന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങളെ ഒന്നും ഞങ്ങൾ അങ്ങനെ കാണാറേ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കംഫർട്ട് സോൺ പൊട്ടിച്ച് നിങ്ങൾ പുറത്തു വരണം. അടുത്തത് റസ്മിൻ. ഞാൻ കരുതി വന്ന ആഴ്ചയിൽ തന്നെ എല്ലാവരും കൂടി പുറത്താക്കുമെന്ന്. പക്ഷേ വൺ ഓഫ് ദ പവർഫുൾ കണ്ടസ്റ്റന്റ് ഇവിടെ ഉള്ള കൂട്ടത്തിൽ പിറകിൽ നിന്ന് കുത്താത്ത ഒരാള് റസ്മിനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുണ്ട്. അടുത്തത് അപ്സരയുടെ പേരായിരുന്നു. അപ്സര നല്ലൊരു ക്യാപ്റ്റനാണ്. ഇതുപോലൊരു ക്യാപ്റ്റൻ പിന്നീട് ഇവിടെ വന്നിട്ടില്ല, ഇതിനു മുൻപും ഉണ്ടായിട്ടില്ല. ഏറ്റവും ടോപ്പ് പ്ലെയർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ ഏറ്റവും താഴത്തെ പ്ലെയർ ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഇതിനിടയിൽ കൂടി പോവുകയാണ്. അടുത്തത് നോറയായിരുന്നു. നോറയുടെ കളി സൂപ്പർ കളിയാണ്. ഉള്ള കാര്യം മുഖം നോക്കാതെ വിളിച്ചു പറയും. നോറയുടെ ഗ്രാഫ് ഇങ്ങനെ മേളിലേക്ക് കയറിപ്പോകും. പക്ഷേ അല്പനിമിഷം കഴിയുമ്പോഴേക്കും വിക്ടിം കാർഡ് ഇറക്കിയിട്ട് പൊട്ടിക്കരയും. അപ്പോഴേക്കും ആ ഗ്രാഫ് നേരെ കുത്തനെ താഴേക്ക് പോകും. ഈ വീട്ടിൽ ഏറ്റവും അധികം വിക്ടിം കാർഡ് ഇറക്കി കളിക്കുന്ന ഒരാള് നീയാണ് നോറ. അത് നീ മാറ്റിയാൽ നിനക്ക് ഗുണം ചെയ്യും. ഇല്ലെങ്കിൽ നിനക്കത് പുറത്തു വരുമ്പോൾ മനസ്സിലാകും. അടുത്തയാൾ അർജുനാണ്. അർജുൻ നല്ലൊരു പ്ലെയർ തന്നെയാണ്. പക്ഷേ കംഫർട്ട് സോണിൽ നിന്നും ഇറങ്ങുവാൻ മനസ്സില്ലാതെ അതിനകത്തിരുന്ന് തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിട്ട് പുറത്തു വരണം. അർജുനിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒത്തിരി ആൾക്കാർ പുറത്തുണ്ട്. അവരെ നിരാശപ്പെടുത്തരുത്. കംഫർട്ട് സോൺ വിട്ട് പുറത്തിറങ്ങി വന്നാൽ രക്ഷപ്പെടാം. അടുത്തത് ജിൻഡോ ചേട്ടൻ. തുറന്നു പറയാം, ഞാനൊരു ജിൻഡോ ഫാനായിരുന്നു. ആദ്യത്തെ 2-3 ആഴ്ചകൾ ജിൻഡോ ഫാനായിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ തുറന്നു പറയാം, പിന്നീട് അതങ്ങ് പോയി. ഞാനത് ജിൻഡോ ചേട്ടനോട് തുറന്നു പറഞ്ഞു. ചീത്ത വിളിക്കുവാൻ പാടില്ല, കള്ളം പറയുവാൻ പാടില്ല. ഇത് രണ്ടും നിർത്തിക്കഴിഞ്ഞാൽ കാര്യമായിട്ട് മുൻപോട്ട് പോകാൻ കഴിയും. അടുത്തത് ശ്രീരേഖ ചേച്ചിയാണ്. ശ്രീരേഖ ചേച്ചിയും പതുങ്ങിയിരിക്കുകയാണ്. കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കുകയാണ്. അതിനകത്തൊന്ന് പുറത്തു വരണം. മാത്രവുമല്ല, ഇടയ്ക്ക് ജാസ്മിനുമായിട്ട് ഇവിടെ ഒരു അടി ഉണ്ടാക്കിയിരുന്നു. ആ അടിയിൽ ശ്രീരേഖ ചേച്ചി പൊട്ടിത്തെറിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ജാസ്മിൻ ശ്രീരേഖ ചേച്ചിയെ സ്ത്രീ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്കതിനകത്ത് ഭയങ്കരമായ വിയോജിപ്പുണ്ട്. കാരണം സ്ത്രീ എന്ന് വിളിക്കുമ്പോൾ ഞാനൊരു സ്ത്രീയാണ് എന്നുള്ളതിൽ ഒരു അഭിമാനമല്ലേ തോന്നേണ്ടത്. പക്ഷെ ചേച്ചിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നെനിക്ക് ഫീൽ ചെയ്യുന്നു. അടുത്തതായിട്ട് ഞാൻ പറയേണ്ടത് ഗബ്രിയെ കുറിച്ചാണോ ജാസ്മിനെ കുറിച്ചാണോ? ജബ്രിയെ കുറിച്ച് ഞാൻ പറയാം എന്നുള്ള ഒരു പരിഹാസത്തോടു കൂടിയാണ് താൻ സംസാരിച്ചു തുടങ്ങിയത്. അപ്പോൾ ജാസ്മിനാണ് പറഞ്ഞത് ഓരോരുത്തരെ കുറിച്ചും ഇൻഡിവിജ്വലായിട്ട് അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. ഉടനെ തന്നെ പറയുകയാണ്, ഗബ്രി ഒരു നല്ല പ്ലെയർ ആണ്. പക്ഷേ ജാസ്മിനെ ഡിപ്പെൻഡ് ചെയ്താണ് നീ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അതുകൊണ്ട് സംഭവിച്ചത് നീ പെട്ടുകിടക്കുകയാണ്. ആ ഒരു കെട്ടുപാടിനകത്തുനിന്ന് നീ പുറത്തു വരികയാണെന്നുണ്ടെങ്കിൽ നിനക്ക് കളിക്കാൻ പറ്റും, നിനക്ക് രക്ഷപ്പെടുവാൻ കഴിയും. കാരണം നിനക്ക് അതിനുള്ള കാലിബർ ഉണ്ട്. അടുത്തത് ജാസ്മിനെ കുറിച്ചായിരുന്നു. ജാസ്മിനെ കുറിച്ച് തനിക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടുത്തെ നിയമങ്ങൾ അതിനെതിരായതുകൊണ്ട് എനിക്കത് പറയുവാൻ കഴിയില്ല. പക്ഷേ ഞാൻ അകത്തേക്ക് വരുന്ന സമയത്ത് പുറത്തു നിന്ന് കുറേ ആൾക്കാർ ജാസ്മിനോട് പറയണം എന്ന് പറഞ്ഞ് എന്നോട് ഏൽപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അത് ഒറ്റ വാക്കിൽ ഞാൻ പറയാം. ഉളുപ്പുണ്ടോ? അങ്ങേയറ്റം മോശമായ നെറികെട്ട കളിയാണ് ജാസ്മിൻ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മഹാബോറാണ്. അതിനകത്തൊന്ന് പുറത്തു വരണം. ഇത് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. അടുത്തത് അവസാനമായി ജാൻമണിയോടാണ്. ശാപവാക്കുകൾ. കൊല്ലും, തിന്നും, വെട്ടും, തല കളയും, ജീവിതം തന്നെ നശിപ്പിച്ചു കളയും. ഇത്തരത്തിലുള്ള സംസാര ശൈലികൾ ഇത് ഒരു തരത്തിലും പ്രേക്ഷകർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. എനിക്കും ഇത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മാറ്റാൻ തയ്യാറാകണം, മാറാൻ തയ്യാറാകണം. എടുത്ത വായിൽ തന്നെ ജാൻമണി മറുപടി പറഞ്ഞു, ഞാൻ ഏറ്റവും അധികം എൻ്റെ സെൽഫിനെ ബഹുമാനിക്കുന്നു, ഞാൻ അങ്ങനെ തന്നെയാണ് എന്ന രീതിയിൽ അഹങ്കാരത്തോടെ മറുപടി പറഞ്ഞുകൊണ്ട് അഭിഷേക് ശ്രീകുമാറിനെ മടക്കിയിരുത്തുവാൻ വേണ്ടി താൻ ശ്രമിക്കുകയാണ്. അഭിഷേക് പറഞ്ഞു, ഓക്കെ, ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവിൽ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ,
എങ്ങനെ വേണമെങ്കിലും താങ്കൾക്ക് കളിക്കാം. ഇതായിരുന്നു ഓരോ വ്യക്തികളെക്കുറിച്ചുമുള്ള അഭിഷേക് ശ്രീകുമാറിന്റെ അഭിപ്രായം. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.